എടീ, നീ ആകാശത്തു നിന്നും പൊട്ടി വീണതൊന്നും അല്ലല്ലോ. രൂപേഷിനെതിരെ പവിത്രൻ കൊണ്ടുവന്ന ശില്പ എന്ന പെണ്ണ് മണ്ഡപത്തിൽ കയറി താലികെട്ടിന് തൊട്ടു മുമ്പല്ലേ മുങ്ങിയത്. പെണ്ണ് പോലും മാറി. ദർശനയുമായുള്ള വിവാഹം ആർഭാടമായി തന്നെ ഏട്ടത്തി നടത്തിയില്ലേ? എടാ മോനെ, നിന്റെ അമ്മ ജീവിക്കുന്നത് ഏതോ മൂഢ സ്വർഗത്തിലാ. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞതാ, സ്ത്രീധനമെന്നല്ല ഒറ്റ ചില്ലി പൈസ പോലും കല്യാണത്തിന് നീ ചോദിക്കരുതെന്ന്. എന്നിട്ട് നിന്റെ അമ്മ ചെയ്തതെന്താ? അല്ല, നിനക്കുണ്ടതിൽ പങ്ക്. നീയല്ലേ വീണയോട് ഇക്കാര്യം പറഞ്ഞത്? അമ്മയും മോനും കൂടി പ്ലാൻ ചെയ്തിട്ട് എന്തു പറ്റി? എന്റെ ചേച്ചി ഗീതമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടതാരാ? ഞാനല്ലേ? നിന്റെ അമ്മ ഒരക്ഷരം മിണ്ടിയോ? ഇല്ലല്ലോ. അതാണ് ഇവളിപ്പോഴും വിചാരിക്കുന്നത് ഗീതമ്മ ഈ വീട്ടിലെ അടുക്കളക്കാരിയാണെന്നാ. ഒന്നുമല്ലെങ്കിലും വീണയുടെ സ്വന്തം അമ്മാവനല്ലേ ഞാൻ. എന്റെ അളിയൻ മരിച്ചിട്ട് 21 കൊല്ലം കഴിഞ്ഞു. ഗീതമ്മയ്ക്ക് സ്വത്തുവകകളൊന്നും ഇല്ലെന്ന് വിചാരിച്ചോ? സുമംഗലേട്ടത്തിയുടെ ഭർത്താവിന്റെ സ്വന്തം പെങ്ങളല്ലേ ഗീതമ്മ. വിശ്വേട്ടൻ മരിക്കും മുമ്പ് ഏട്ടത്തിയെ കൈപിടിച്ചേൽപ്പിച്ചത് എന്നെയല്ല, ഗീതമ്മയെയാ. ഒരു സ്വത്തിന്റെയും കണക്ക് ചോദിച്ചിട്ടില്ല. ഒരാവശ്യവും ഏട്ടത്തിയോട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എന്നിട്ടും സുമംഗലേട്ടത്തി കണ്ടറിഞ്ഞ് എല്ലാം ചെയ്യുന്നില്ലേ? ഇനിയും ചെയ്യും. നിനക്കും വീണയ്ക്കും ശ്രേയയ്ക്കുമെല്ലാം രൂപേഷിനെ പോലെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും തരികയും ചെയ്യും. പക്ഷേ അത് ചോദിക്കാനും കണക്ക് പറയാനും അങ്ങോട്ട് ചെന്നാൽ ഗീതമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതുപോലല്ല, ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ ഏട്ടത്തി തന്നുവിടും. സ്ത്രീധനമല്ല, നിന്നെ നിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. നിനക്കിതുവരെ ഏട്ടത്തി മനസ്സിലായിട്ടില്ല, അതാ. കണ്ടു നിറഞ്ഞവരോട് കൈ നീട്ടരുതെന്ന് പറയും. അവര് അറിഞ്ഞു തരുന്നതേ വാങ്ങിക്കാവൂ. ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിന്റെ അമ്മയാ. ഇത്രയും നേരം കഥാപ്രസംഗം നടത്തിയിട്ടും എനിക്ക് ഒരു കാര്യവും മനസ്സിലായില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറ. നിന്റേതാണ് സന്തതിയെങ്കിലും കൂട്ടത്തിൽ ഒരു ചെറിയ പങ്ക് എനിക്കുള്ളതുകൊണ്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല. നിഖിലേ, നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അച്ഛൻ പറഞ്ഞില്ലെങ്കിലും ജീവിക്കാൻ ഒരു ജോലി, അതും എന്റെ യോഗ്യത അനുസരിച്ച്, അത് മതി. അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. വെളുക്കോളം വെള്ളം കോരിയിട്ട് കുടയിട്ട് ഉടയ്ക്കുന്നു എന്ന് പറയുന്ന പോലെയാ ഇത്രയും നേരം വായിട്ട് അലച്ചതെല്ലാം വെറുതെ ആയി. അച്ഛനും മോനും കൂടി എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ഗീതമ്മയുടെ മോള് വീണയെ മരുമോളായിട്ട് വാഴിക്കാന്ന് അച്ഛനും മോനും സ്വപ്നം കാണണ്ട. കല്യാണവും വിരുന്നും കഴിഞ്ഞ 2 എണ്ണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഞാൻ ഉറങ്ങണോ? നീ പറ. കുറച്ച് ശുദ്ധവായുവെങ്കിലും കിട്ടുമല്ലോ. എടി, നീ ഒന്നു മാത്രം ചിന്തിച്ചാ മതി. ദർശന അനാഥയെ പോലെ നിന്റെ ഭാഷയെ പറഞ്ഞ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്ന് കയറിയവളാ. നൊന്ത് പ്രസവിച്ച സ്വന്തം മകനോടൊപ്പമല്ല ഏട്ടത്തി ഒരാവശ്യം വന്നപ്പോ നിന്നത്, മരുമകളുടെ കൂടെയാ. മോനെന്ന് പറഞ്ഞാൽ അപ്പോ മരിക്കും, അത്ര സ്നേഹമായിരുന്നു. എന്നിട്ടും ന്യായം ദർശനയുടെ ഭാഗത്താണെന്നാ ഏട്ടത്തി പറഞ്ഞത്. അത് നീയും കേട്ടതാണല്ലോ. ദർശന ഈ വീട്ടിൽ നിന്നിറങ്ങിയ ഞാനും ഒപ്പം ഇറങ്ങുമെന്നാ. എന്താ കാര്യം? ദർശനയുടെ ഭാഗത്താ ശരി. എന്നാ ശരിയും കുത്തി നിന്നോ. ഏട്ടത്തിയുടെ മുന്നിൽ നിന്റെ അച്ഛൻ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? മുണ്ടും ചുരുട്ടി വെച്ച് റാണിന്ന് പറഞ്ഞ് വായും പൊത്തി നടുവും വളച്ച് നിൽക്കുന്നത്. അച്ഛനെ കണ്ട് നീയും പഠിച്ചോ. ദർശനയുടെ മുമ്പിൽ കാലും പിടിച്ച് കിടക്കാം. ഞാൻ പോകുന്നു.